ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നേരത്തെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ഓസ്ട്രേലിയൻ മൈഗ്രേഷനിൽ കൂടുതലായിട്ട് സംഭവിക്കാത്തത് കൊണ്ടും ആ ആവർത്തന വിരസത ഒഴിവാക്കാം എന്നുള്ള കാരണം കൊണ്ട് ഞാനിപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ എന്തായാലും ഞാൻ ഉറപ്പായിട്ടും ഇതിൽ ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ പൊതുവെ ഇങ്ങോട്ടേക്കുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അത് റീസ്റ്റാർട്ട് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ PR കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് PR കാര്യമല്ല ഞാൻ പറഞ്ഞത്, സ്പോൺസേഡ് 186 ഒക്കെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇപ്പൊ ഞാൻ ഒരു 6 months ഒക്കെ മുമ്പ് ചെയ്ത വീഡിയോസ് ഒക്കെ ഇപ്പോഴും കണ്ടിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൈ ലൈഫ് ബാർ തന്നെയാണ് ഇൻസ്റ്റാ പേജും. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവിടെ ഫോളോ ചെയ്തിട്ട് എനിക്ക് ക്വയറീസ് ഒക്കെ ഇടാട്ടോ. ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ അതില് കൂടുതലായിട്ട് ഇപ്പൊ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞങ്ങള് UK രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മാസം ഇത്ര ഇപ്പം മാറ്റി വെക്കാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഓസ്ട്രേലിയയിലേക്ക് വരുന്നത് ഒരു വൈസ് ഡിസിഷൻ ആയിരിക്കുമോ, രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല, ഞങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്നു അങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഒരു വൈസ് ഡിസിഷൻ അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ മോളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആ ഒരു ഏകദേശം ആ ഒരു രീതിയിലുള്ള ക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാനും എൻ്റെ ഫാമിലി, അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് UK ഇങ്ങോട്ട് മാറിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ കാരണമായിട്ട് പറയാനുള്ളത് എനിക്ക് വെതർ തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് UK ഇപ്പം ആ ഒരു വിന്റർ ടൈമിൽ നല്ല തണുപ്പുണ്ടാവും, മഞ്ഞുണ്ടാവും, അതൊക്കെ ശരി തന്നെ. പക്ഷെ കുറച്ചെങ്കിലും സമ്മറിൽ അത്യാവശ്യം നല്ല കാലാവസ്ഥ ഉള്ള ഒരു സ്ഥലം വേണം എന്നുള്ള ഒരു ആഗ്രഹം. കാരണം UK ഭയങ്കര ഡിപ്രസിങ് കാലാവസ്ഥയായിരുന്നു ഫോർ മീ പേഴ്സണലി. അല്ലാതെ ഇപ്പോൾ അവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് നമ്മളുടെ ടോട്ടലി ഈ മൈഗ്രേഷൻ നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് വെതർ തന്നെയായിരുന്നു. കാരണം അവിടെ നമുക്ക് എപ്പോഴും ഈ ഒരു തണുപ്പത്ത് എന്നും സിക്കാവുക, നമ്മളിങ്ങനെ മാറി 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 പനി പിടിച്ച് കിടക്കുക, പിന്നെ അത് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആവുക, ഒരാൾ സെറ്റായി വരുമ്പോഴത്തേക്കും അടുത്തയാൾ കടന്നു പോകും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ ഓസ്ട്രേലിയ ഫസ്റ്റ് പ്രിഫർ ചെയ്തത്. അപ്പോൾ നമുക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മളുടെ പാർട്ട്ണറിന്റെ ജോലി എന്ന് പറയുന്നത്. ഇപ്പൊ ആസ് എ നേഴ്സ് എനിക്ക് ഇവിടെ ജോലി കിട്ടി, അത് മുഖാന്തരമായിട്ട് നമുക്ക് PR കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും, കാലതാമസം വരും നമ്മുടെ പാർട്ട്ണറിനെ സംബന്ധിച്ചിട്ട്. അത് മാത്രമല്ല ചൈൽഡ് കെയർ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ രണ്ടുപേരുടെയും ഷിഫ്റ്റ്, കാരണം ഇവിടെ 5 ദിവസം ഡ്യൂട്ടി ഉണ്ട് നഴ്സസിന്. ഇപ്പം ചില ഡിപ്പാർട്ട്മെന്റുകൾ ഒഴിച്ചാൽ ബാക്കി ഒരു 90% ഡിപ്പാർട്ട്മെന്റുകളിലും ഹോസ്പിറ്റലുകളിലും 8 hour ഷിഫ്റ്റ് ആണ്. അപ്പൊ 5 ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് പോകണം. പക്ഷെ UK നമുക്ക് 3 days പോയാൽ മതിയായിരുന്നു, നഴ്സസിന് 3 days പോയാൽ മതിയായിരുന്നു. അപ്പം മറ്റൊരു 3 days നമ്മളുടെ പാർട്ട്ണറും കൂടെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ചൈൽഡ് കെയർ അവിടെ സുഖമായിട്ട് നടന്നു പോകും. പക്ഷെ ഇവിടെ അത് പറ്റില്ല. നമ്മളുടെ കുട്ടികളെ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ ഫ്രീ ആകുന്ന രീതിയിൽ തന്നെ പോയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ, കുഞ്ഞു കുട്ടികളാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ചൈൽഡ് കെയറിൽ വിടണം. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇപ്പം PR ഉള്ളവർക്ക് അതിന്റെ എന്താ പറയുക സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ അവരുടെ സാലറി ഒക്കെ കണക്കൂട്ടി അതിന്റെ ഒരു പെർസെന്റേജ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് വലിയൊരു ലാഭം എന്ന് പറയാനായിട്ടില്ല. പക്ഷെ സാലറി അല്ലെങ്കിൽ ജോലി കോംപ്രമൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി, എനിക്കും എൻ്റെ ഫാമിലിക്കും എടുത്ത ഡിസിഷനിൽ ഒരു റിഗ്രറ്റും ഇതേവരെ തോന്നിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഒരു 8 മാസം കഴിഞ്ഞ് 9 മാസം ആയിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഇതേവരെ ഒരു റിഗ്രറ്റും ഇതിനകത്ത് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഫുൾ ടൈം വർക്കിംഗ് ആകുമ്പോൾ നമ്മുടെ പാർട്ട്ണർ ഒരു പാർട്ട് ടൈം ജോബ് എടുത്ത് പോവുകയാണെങ്കിൽ, ഇപ്പോൾ 4 hours ഒരു ജോലി എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് കെയർ അവിടെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ നന്നായി കഷ്ടപ്പെടും, നല്ലപോലെ നമ്മൾ മടുക്കും. കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പിന്നെ മക്കളെ നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് റിസ്കിയാണ്. അപ്പം അതാണ് എനിക്ക് പേഴ്സണലി അതാണ് ഒരു ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാലറി തന്നെയാണ്. കാരണം നമുക്ക് UK കിട്ടുന്നതിന്റെ ഏകദേശം ഒരു ഡബിൾ എന്ന രീതിയിൽ നമുക്ക് ആനുവൽ സാലറി ഇവിടെ കൂടുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ നമ്മളുടെ റെന്റ്, നമ്മുടെ ചെലവുകൾ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേരി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ചിലർ UK ഭയങ്കര
എന്താ റെന്റ് ഒക്കെ കുറഞ്ഞ ഏരിയയിൽ താമസിച്ചവര് ഇവിടെ സിറ്റി പോലെയുള്ള ഇവിടുത്തെ സിറ്റീസിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ഇവിടെ പറ്റാതെ വരും. ഐ മീൻ ഇവിടുത്തെ ചെലവുകൾ കൂടുതലായിട്ട് തോന്നും. പക്ഷെ എനിക്കിപ്പോ അവിടെയും ഇവിടെയൊക്കെ ഒരേപോലെ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ചെലവുകളുമുണ്ട്. പക്ഷെ UK ഇപ്പൊ നമ്മൾ ഓവർ ടൈമും കൂടെ ചെയ്ത് കിട്ടുന്ന ഒരു സാലറി ഇവിടെ ഓവർ ടൈം ഒന്നും ഇല്ലാതെ നമുക്ക് മന്ത്ലി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഒരു വ്യത്യാസം എന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ സേവിങ്സ് ഒക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈല് നമ്മളുടെ സ്പെൻഡിങ് അനുസരിച്ചിട്ടിരിക്കും. അത് ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിരിക്കും. അതും എനിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് മിച്ചം പിടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ. അത് നമ്മളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എത്ര എക്സ്പെൻസീവ് ആയിട്ടാണോ ജീവിക്കുന്നത് അതനുസരിച്ചിട്ടിരിക്കും. പ്ലസ് നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ ഇപ്പൊ കുറച്ചും കൂടെ ഒരു ഉള്ള ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത്രയും റെന്റ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വരില്ല. അപ്പൊ അവരുടെ സാലറിയുടെ ഒരു നല്ലൊരു ശതമാനം അവർക്ക് സേവ് ചെയ്യാനായിട്ടും പറ്റും. പിന്നെ നമുക്ക് ഇവിടത്തെ എനിക്കിപ്പോ പേഴ്സണലി ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇങ്ങനെ കൈ എത്തുന്ന ദൂരത്ത് അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ഇന്ത്യൻ കടകൾ, മലയാളി കടകളൊക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ ചിലപ്പം ഒരു സാധനം വാങ്ങാനായിരിക്കും പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു തേങ്ങ മേടിക്കാനായിരിക്കും പോകുന്നത്. അത് മാത്രമായിരിക്കും നമ്മുടെ വീട്ടിൽ ഇല്ലാത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ കടയിൽ ചെന്ന് കഴിയുമ്പോൾ 100 സാധനങ്ങൾ അവിടെ ഇരിക്കുന്നതാണ്. ഇതൊന്നും ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും വെറുതെ എടുക്കാനായിട്ട് ഒരു ടെൻഡൻസി. അപ്പൊ അതെല്ലാം എടുക്കും, അതെല്ലാം പെറുക്കിക്കൊണ്ട് വരും. അങ്ങനെ കുറെ ചിലവാകും. നേരെ മറിച്ച് കുറച്ച് ദൂരെ നമുക്ക് പോകണം. അപ്പൊ നമ്മൾ പ്ലാൻഡ് ആയിരിക്കും അല്ലെ, നമ്മൾ ലിസ്റ്റ് എഴുതി നമുക്ക് ഇപ്പോൾ ഒരു 1 മന്തിലേക്ക് അല്ലെങ്കിൽ 2 വീക്സിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, കാരണം അത്രയും ദൂരം ട്രാവൽ ചെയ്യണമല്ലോ. അപ്പൊ നമ്മളെല്ലാം വളരെ പ്ലാൻഡ് ആയിട്ട് കണക്കൂട്ടി എഴുതിക്കൊണ്ട് പോകും. ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെക്കും. പിന്നെ നമ്മൾ ഒരു സാധനം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകാനായിട്ട് നിൽക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇങ്ങനെ നടന്നു പോയി വാങ്ങിക്കാനുള്ള ദൂരത്തിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അനാവശ്യ ചെലവുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് സിറ്റി ലൈഫിൽ. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല. അപ്പൊ അതാണ് മറ്റൊരു കാര്യം, നമ്മൾ താമസിക്കുന്ന സ്ഥലം. നമുക്ക് സാലറി ഏകദേശം ഇപ്പൊ എല്ലാവർക്കും സെയിം ഒക്കെ തന്നെയാണ്. ആ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ 8+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു സാലറി ഒക്കെ അതിന് വല്ല 10,000 1000 ഒക്കെ കുറവോ കൂടുതലോ ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ താമസിക്കുന്ന ഏരിയനെ അനുസരിച്ച് നമ്മളുടെ റെന്റ് അനുസരിച്ചിട്ട് നമ്മളുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതൊക്കെ അനുസരിച്ചിട്ട് നമ്മളുടെ സേവിങ്സ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഒരുപാട് ഇന്റീരിയർ അല്ലെങ്കിൽ ഉള്ള ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ഒന്നാമതായിട്ട് ഞാൻ എൻ്റെ മറ്റ് ഫ്രണ്ട്സുകളുടെ അടുത്ത് നിന്നൊക്കെ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പള്ളികളുടെ ആ ഒരു കുറവ് കേട്ടോ. കാരണം ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്ഥലത്തുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, അവിടെ ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് അവർക്ക് എത്രയാ മന്ത്ലി ഒരു പ്രാവശ്യം കൊണ്ടാണ് അച്ഛനെ ഫേസ് ടു ഫേസ് കണ്ടിട്ടുള്ള ഒരു കുർബാന നടക്കുന്നതെന്ന്. അപ്പം UK നമ്മൾ എല്ലാ ദിവസവും കുർബാന കണ്ട് അങ്ങനെയൊക്കെ താമസിച്ചിരുന്ന ഫാമിലീസ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള മറ്റു ദിവസങ്ങളിൽ എല്ലാ ദിവസവും അവിടെ കുർബാന ഉണ്ട്. പക്ഷെ നമ്മൾ വീഡിയോയിലാണ്, അച്ഛൻ വേറെ എവിടെയോ കുർബാന ഇല്ലെന്നോ അത് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്, ഇവിടെ വീഡിയോ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിലും ഭേദം യൂട്യൂബിൽ ഇരുന്ന് മലയാളം കുർബാന കാണുന്നതല്ലേ നല്ലത്. എനിക്കറിയില്ല, എന്റെ ഒരു തോട്ടാണ് കേട്ടോ. പക്ഷെ കുർബാന സ്വീകരണ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് അവർ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് നമ്മളിങ്ങനെ റിലീജിയസ്ലി ജീവിച്ച് വരുന്നവർക്ക് ആദ്യമൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. എനിക്ക് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് അധികം ആരും പറയാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ റിലീജിയസ് ലൈഫ് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവന്നിരുന്നത് എന്നനുസരിച്ചിട്ടിരിക്കും കേട്ടോ. ഇപ്പൊ പള്ളിയിലൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ളവർക്ക് അതൊന്നും ഒരു വിഷയമായിരിക്കത്തില്ല. പക്ഷെ പള്ളിയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ സൺഡേസിലും പള്ളിയിൽ പോയി, കാരണം UK എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അവൈലബിൾ ആണ് അല്ലെ പള്ളി കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ആ കാര്യത്തിൽ ലക്കിയാണ്. നമുക്ക് ഇവിടെ പള്ളി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി അതൊരു ഇഷ്യൂ ആയിട്ട് ഇതേവരെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉള്ളവർ അവർക്ക് അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ UK നിങ്ങൾക്ക് അടുത്ത് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വരുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു പള്ളി കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് കുർബാന പോലും ഇവർക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതാണ് ഈ വീഡിയോ കൂടെ. മലയാളം പള്ളിയുടെ കാര്യമൊന്നും ചിന്തിക്കേ വേണ്ട, അങ്ങനെയുള്ള സംഭവങ്ങളേ ഇല്ല. മലയാളം കുർബാനയൊന്നും അവര് വന്നതിന് ശേഷം കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പം അങ്ങനെയൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് അവര് അവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് പറ്റില്ല അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്ന് തോന്നാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സ്കൂളിന്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സ്കൂൾ ഇവിടെ ഒരു ഇഷ്യൂ അല്ല. കാരണം നമുക്ക് എല്ലായിടത്തും ഇപ്പൊ എത്ര ചെറിയ സിറ്റീസ് ഒക്കെ അല്ലെങ്കിൽ എത്ര ചെറിയ ഗ്രാമപ്രദേശങ്ങളാണെങ്കിലും അവിടെ എന്തായാലും സ്കൂൾ ഉണ്ടാവും. പ്രൈമറി സ്കൂൾ ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ കുറച്ച് ഒരു 6ാം ക്ലാസ് വരെ സെക്കൻഡറി സ്കൂളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. യൂണിവേഴ്സിറ്റീസ് നമുക്ക് മെയിൻ സിറ്റീസിൽ അല്ലെങ്കിൽ മെയിൻ സെന്ററുകളിലൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെ ദൂരത്തേക്കൊക്കെ വിട്ട് തന്നെ പഠിപ്പിക്കേണ്ടി വരും. നമ്മൾ ഇങ്ങനെയുള്ള ഉള്ള ഏരിയകളിലൊക്കെ പോയിട്ട് താമസിക്കാനായിട്ട് പ്രിഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ UK സംബന്ധിച്ചിട്ട് അതും ഒരു ഇഷ്യൂ അല്ല. നമുക്ക് എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ. അപ്പം അത് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ
പക്ഷെ പ്രൈമറി സ്കൂളിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്, ഇഷ്ടംപോലെ സെക്കൻഡറി സ്കൂളുകളും ഉണ്ട്. സെക്കൻഡറി സ്കൂൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് ട്രാവൽ ചെയ്യേണ്ട വന്നേക്കാം, ഏരിയ അനുസരിച്ചിട്ട് അത് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സ്കൂളിന്റെ കാര്യത്തിൽ നമ്മൾ അധികം ടെൻഷൻ അടിക്കേണ്ട ഒന്നും കാര്യമില്ല എന്നാണ് എനിക്ക് എന്നെ ചോദിക്കുന്നത്. സോഷ്യൽ ലൈഫിന്റെ കാര്യമാണ് കേട്ടോ. സോഷ്യൽ ലൈഫ് കുറെ എനിക്ക് ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ലൈഫ് നമ്മളുടെ ഏരിയ അനുസരിച്ചിട്ട് ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരുപാട് മലയാളി ഫാമിലീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല കമ്മ്യൂണിറ്റി ഉണ്ട്, പ്ലസ് ചർച്ചിന്റെ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം അതിൽ തന്നെ പല പല ഗ്രൂപ്പുകൾ, ഐ മീൻ ലേഡീസിന്റെ ഗ്രൂപ്പ്, ജെൻസിന്റെ ഗ്രൂപ്പ്, അല്ലാതെ നമ്മൾ ഒരുമിച്ച് വന്ന ബാച്ച് ഒരുപാട് മലയാളികളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നല്ല അടിപൊളി മലയാളി കമ്മ്യൂണിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു പോകുന്നുണ്ട്. നല്ലൊരു കൂട്ടായ്മ തന്നെ ഇവിടെ ഉണ്ട്. അപ്പം ഇതും നമ്മൾ ഇപ്പൊ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ അധികം മലയാളി ഫാമിലീസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഉള്ളവർ തന്നെ നമുക്ക് തമ്മിൽ കാണാനും അവിടുത്തെ പോലെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളുടെ ഡ്യൂട്ടി, നമ്മളുടെ ഷിഫ്റ്റിന്റെ ടൈമിങ് തന്നെയാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം. കാരണം നമ്മൾ 5 ദിവസം പണിക്ക് പോകണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടാനുള്ള ആ ഒരു സമയമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി കൂടേണ്ടി വരും. പക്ഷെ സ്റ്റില് ഇവിടെ ഞാൻ ഹാപ്പിയാണ്. നമുക്ക് ഇവിടെ നല്ല കമ്മ്യൂണിറ്റി ഉണ്ട്. ഇനിയിപ്പോ ഞാൻ എവിടെയാന്ന് ചോദിക്കും, ഞാൻ ക്യാൻബറയാണ് കേട്ടോ. ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലാണ് ക്യാൻബറ. ഇവിടെ തന്നെയാണ് ഞാനുള്ളത്. അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല ഒരുപാട് മലയാളികളുണ്ട്. നമ്മളിപ്പോ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ, മോളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു 10 പേരെ അവിടെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഒരുപാട് മലയാളീസ് ഉണ്ട്. അപ്പൊ നല്ലൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ട്. ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസും മൂവീസും എല്ലാം ഇവിടെ റിലീസ് ആവാറുണ്ട്. അപ്പം അങ്ങനെ അത് നമുക്ക് സോഷ്യൽ ലൈഫ് ഇവിടെ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഇതേവരെ ഫീൽ ചെയ്തിട്ടില്ല. നല്ലൊരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്. അത് നമ്മൾ പോകുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വീടിന്റെ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് എവിടെയും വീട് വാങ്ങിക്കാം അല്ലെ. നമ്മൾ ആ ഒരു 5% ഡിപ്പോസിറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഒത്തിരി പേര് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ 5% ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു അത്യാവശ്യം എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് വാങ്ങിക്കാം. UK-നെ അപേക്ഷിച്ചിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീടുകളും സ്ഥലം ഉൾപ്പെടെ നമുക്ക് ഇവിടെ വാങ്ങിക്കാനായിട്ട് പറ്റും. ഏകദേശം ആ ഒരു പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വീട് കിട്ടും. നല്ല ഒതുങ്ങി നല്ല അടിപൊളിയായിട്ട് കാർ പാർക്കിങ്ങും ഗാരേജും ഗാർഡനും പിന്നെ അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ 4 ബെഡ്റൂം 3 ബെഡ്റൂം 4 ബെഡ്റൂം വീടുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ആ ഒരു കാര്യത്തിൽ ഓസ്ട്രേലിയ പൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കങ്കാരുവിന്റെ ഒക്കെ ശല്യം, അത് ഉള്ളതാണ്. അപ്പോൾ ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈവനിങ് ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഇരുട്ടി തുടങ്ങുമ്പോഴാണ് ഇവരിങ്ങനെ, അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്തൊക്കെയാണ് ഇവരിങ്ങനെ പുറത്ത് ചാടുന്നത്. അപ്പൊ അതൊരു ഇഷ്യൂ തന്നെയാണ്. അതേപോലെ തന്നെയാണ് പാമ്പ് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഒരു പക്ഷെ ഞങ്ങൾ സിറ്റിയിലായോണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ഇതേവരെ പാമ്പിനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അത് ചോദിച്ചവരുണ്ട് കേട്ടോ, ചേച്ചി അവിടെ പാമ്പുണ്ടോ? അപ്പൊ പാമ്പുണ്ട് എന്ന് പല വീഡിയോസിലും കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ണുകൊണ്ട് ഇവിടെ പാമ്പിനെ കണ്ടിട്ടില്ല, നാട്ടിലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് അറിയില്ല. പക്ഷെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ, അതായത് കേരളത്തിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അതിന്റെ ഒന്നും ഒരു അംശം പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് അറിയാനായിട്ട് പറ്റിയത്. അപ്പൊ അത് ഇങ്ങോട്ട് വരാനായിട്ട് ഇരിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു ഘടകമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വെതറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് നല്ല ജോലിയുണ്ട്, നമുക്ക് 2 പേർക്കും ജോലിയുണ്ട്, മക്കളുടെ അടിപൊളി വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം സാലറി ഉണ്ട്, നമ്മൾ വീട് വാങ്ങിച്ചു. പക്ഷെ വെതർ കൊള്ളില്ലെങ്കിൽ നമ്മളെ ജീവിതം കട്ടപ്പോകുകയല്ലേ. നമ്മളിങ്ങനെ ഡിപ്രസീവ് മൂഡിൽ എല്ലാ ദിവസവും ഇരിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇവിടെ വിന്റർ ആണ് കേട്ടോ. ക്യാൻബറ അത്യാവശ്യം തണുപ്പുള്ള ഏരിയയാണ്. പക്ഷെ സ്റ്റിൽ ഇവിടെ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് പറയുന്നത് ഇവിടെ ഡീസെന്റ് ആയിട്ടുള്ള വിന്റർ ആണ്. കാരണം നല്ല വെയില് പകലെല്ലാം, ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആ വെട്ടം വെളിച്ചം സൂര്യനെ ഒന്ന് കാണുമ്പോൾ തന്നെ നമ്മളുടെ പകുതി ആ ഒരു എന്താ പറയാ, ഒരു ഡിപ്രസീവ് മൂഡ് അങ്ങ് മാറി കിട്ടും. പക്ഷെ UK-ൽ അങ്ങനെയല്ലല്ലോ. UK-ൽ നമുക്ക് എപ്പോഴും തന്നെ ആ ഒരു സമ്മറിന്റെ പീക്ക് ടൈമിൽ അല്ലാതെ നമുക്ക് സൂര്യനെ കാണാനേ കിട്ടത്തില്ല. അപ്പൊ ആ ഒരു സംഭവം വെതറിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതിപ്പോ തണുപ്പുള്ള സ്ഥലത്താണെങ്കിലും രാത്രിയിലാണ് തണുപ്പുണ്ടാവുന്നത്, തണുപ്പ് കൂടുന്നത്. പകല് തണുപ്പില്ല എന്നല്ല, തണുപ്പുണ്ട്. പക്ഷെ നമ്മളൊരു ചെറിയ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കാനും മറ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനും നല്ല അടിപൊളിയാണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിലും മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ പെയ്ത് തോർന്നു പോകത്തില്ലേ, തോർന്ന് മഴ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വെയിൽ വരുന്ന ആ ഒരു കാലാവസ്ഥയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും വെതർ കൊള്ളില്ലെങ്കിൽ തീർന്നില്ലേ. അപ്പൊ ആ ഒരു കാര്യമാണ് എന്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇതാണ്. ഇത് എന്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ ഇതിനോട് യോജിപ്പുള്ളവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാവാം. എന്ത് തന്നെയായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്റെ മാത്രമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ, എന്റെയും എന്റെ ഫാമിലിയുടെയും.
അപ്പോൾ ഈ കുറച്ച് നാളുകൾ കൊണ്ട് എനിക്ക് വന്നിട്ടുള്ള കുറെ ക്വയറീസിനുള്ള ഉത്തരം ഇതായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓസ്ട്രേലിയ നല്ലതാണോ, അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട വരുമോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒന്ന് നമ്മളുടെ പേഴ്സണൽ ചോയ്സ് അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഇരിക്കും ഓസ്ട്രേലിയയുടെ മൈഗ്രേഷൻ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ രണ്ടുപേർക്ക് നല്ല ജോലിയുണ്ട്, അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, നമ്മൾ അത്യാവശ്യം നല്ലൊരു ഏരിയയിലാണ്, എല്ലാം അവൈലബിൾ ആണ്, അടുത്ത് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്, മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മൾ ഹാപ്പിയാണ്, നമ്മുടെ സോഷ്യൽ ലൈഫ് സൂപ്പറാണ്, അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തു വന്നവർ പറയും ഞങ്ങൾ ഹാപ്പിയാണെന്ന്. ഇനിയിപ്പം ഇതിലേതെങ്കിലും ഒരു സംഭവം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും അയ്യേ ഓസ്ട്രേലിയ വന്നിട്ട് ഞങ്ങൾക്ക് കൊള്ളില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇതെല്ലാം ഓരോ ഏരിയ അനുസരിച്ചിട്ടും ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടും ഉണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് എപ്പോഴും ചോയ്സ് ഉണ്ട്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന വലിയൊരു ഒരു രാജ്യമാണല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടുന്ന് ഇപ്പം ഇവിടെ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊന്ന് പോയി അന്വേഷിച്ചിട്ട് നമുക്ക് അവിടെ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറി താമസിക്കുന്നതിനും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ PR ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് PR കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ആദ്യം മൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ഹാപ്പിനെസ് എവിടെയാണോ അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്യണോ, അല്ലെങ്കിൽ അയ്യോ അവർ പോയി എന്നാൽ പിന്നെ ഞാനും പോയേക്കാം, എല്ലാവരും പോവുകയാണല്ലോ ഞാനും പോയേക്കാം എന്നുള്ള മെന്റാലിറ്റിയിൽ വരുന്നവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം എൻ്റെ ചില ഫ്രണ്ട്സ് പറയുന്നുണ്ട് UK-ലായിരുന്നെങ്കിൽ 3 ദിവസം പോയാൽ മതിയായിരുന്നു, ബാക്കി 4 ദിവസം അടിച്ചു പൊളിച്ച് വീട്ടിലിരിക്കായിരുന്നു, അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്യായിരുന്നു, പക്ഷെ ഇവിടെ വന്നിട്ട് ഈ 5 ദിവസം പണിയെടുത്ത് മരിച്ചു എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നത് 8 മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറയുന്നത് പെട്ടെന്ന് ഫിനിഷ് ആവും. ബാക്കി സമയം നമുക്ക് വീട്ടിൽ വന്നിട്ട് മക്കളുടെ കൂടെ ഇരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത്. UK-ലാണെങ്കിൽ നമ്മളെങ്ങനെയാ ആ ഒരു 3 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞാൽ 2 ദിവസം അതിന്റെ ക്ഷീണം മാറാനായിട്ട് നമ്മൾ കിടക്കണം. പിന്നെ നമുക്കുള്ള ഒരു ദിവസമാണ് നമ്മുടെ വീട്ടിലെ പണികൾ മൊത്തം, കുക്കിങ്, ക്ലീനിങ്, തുണി അലക്കൽ, അടിച്ചു വാരൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഓരോ ദിവസവും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നമുക്ക് അത്രയും ഒരു ബേർഡൻ ആയിട്ട് വരത്തില്ല ഈ ഒരു കാര്യങ്ങളൊന്നും. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചു പറയുന്നവരും ഉണ്ട്. ഒരുപാട് പേരുണ്ട്. അവര് ഇപ്പം അവിടുന്ന് പോരണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നവരുമുണ്ട്. പക്ഷെ എല്ലാം ഇങ്ങനെ കൂട്ടിയും കുറച്ചും കിഴിച്ചും ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അവസാനം നമ്മളുടെ പ്രിഫറൻസ് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ എന്താണോ സമാധാനം, സന്തോഷം തരുന്നത് അതനുസരിച്ചിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതിപ്പോ ഓസ്ട്രേലിയക്ക് UK-ന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഏത് രാജ്യത്തുള്ളവരും എങ്ങോട്ടാണേലും മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു കാര്യം എന്താ പറയാ ബാധകമാണ് എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പേഴ്സണൽ പ്രിഫറൻസും പേഴ്സണൽ ചോയ്സും ആണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. പിന്നെ നിങ്ങളൊരു 10 ഫാമിലിനെ എടുത്തിട്ട് ആർ യു ഹാപ്പി ഇൻ ഓസ്ട്രേലിയ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊരു 2 പേരെ പറയത്തുള്ളൂ ഞങ്ങൾ ഹാപ്പിയാണ് എന്നുള്ളത്, 2 പേരും ഹാപ്പിയാണ് എന്നുള്ളത്. കാരണം ഈ ഡിഫറൻസസ് ഒക്കെ തന്നെ. കാരണം ഓരോരുത്തർക്കും പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ വൈഫിന് ഇഷ്ടപ്പെട്ടോണമെന്നില്ല, വൈഫിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അല്ലെങ്കിൽ UK-ൽ നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ജോലി ഇല്ലാണ്ടിരിക്കുമ്പോൾ ആ ഒരു സ്വാഭാവികമായിട്ടും ഉള്ളിൽ ആ ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആള് ഹാപ്പി അല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ലതായിട്ട് റിസർച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ മെന്റലി ഇതിന് പ്രിപ്പയർഡ് ആണോ എന്ന് ഉള്ളത് തീരുമാനിക്കുക. കാരണം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്രഷൻ അടിച്ചിരുന്ന് റിഗ്രറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതിങ്ങ് വരുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലേ മൂവ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ വേണ്ടായിരുന്നു, അവിടെ മതിയായിരുന്നു എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വരുന്നതിന് മുമ്പ് നന്നായിട്ട് എന്താ പറയാ ഹോംവർക്ക് ചെയ്യുക, ഇതിനെ പറ്റിയിട്ട് അറിയുന്നവരുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾ പോകാനിരിക്കുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർവ്യൂ വരുമ്പോൾ തന്നെ കൂടുതൽ റിസർച്ച് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറെ ഐഡിയാസ് കിട്ടും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള ആൻസർ ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ പേഴ്സണലി ചോദിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. മറക്കണ്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്തേക്കാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.